ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ +2ൻ്റെ റിസൾട്ടൊക്കെ വന്ന് കുറേ പേരൊക്കെ നല്ല കൺഫ്യൂഷനിലാണ് കേട്ടോ. കുട്ടി പറയുന്നത് ഒരു കോഴ്സ്, പാരൻസിൻ്റെ ആഗ്രഹം വേറെ ഒന്ന്, പിന്നെ ഇനി ഫ്യൂച്ചറിൽ നല്ല കോഴ്സ് ആണോ, അതിന് നല്ല സ്കോപ്പ് ഉണ്ടോ, പുറത്ത് എങ്ങനെയാണ്, ഇന്ത്യയിൽ എങ്ങനെയാണ്, ഇതിൻ്റെ പുറത്ത് സാലറി ഉണ്ടോ, ഇന്ത്യയിൽ സാലറി ഉണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിലാണ് ഈ +2 കഴിഞ്ഞ പിള്ളേരും അവരുടെ പാരൻസും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം എൻ്റെ ഫ്രണ്ട്സും എന്നെ ഒന്ന് വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ ടോക്ക് ഇതാവട്ടെ എന്ന് തോന്നി. അപ്പോൾ അവരുടെ വീട്ടിലെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, കുട്ടി പറയുന്ന ഒരു കോഴ്സ് അവരുടെ ചിന്താഗതിയിൽ ആ ഒരു കോഴ്സിന് വലിയ പ്രസക്തി ഇല്ല. ഇന്ത്യയിൽ പുറത്ത് ചാൻസ് ഉണ്ട്. ഇൻ കേസ് പുറത്ത് ഇവിടെ പഠിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആ കോഴ്സ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇന്ത്യയിലും പുറത്തും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സല്ലേ എടുക്കേണ്ടത്. അല്ലെങ്കിൽ പുറത്ത് പോകാനായിട്ട് അതിൻ്റെ കൺഫ്യൂഷൻസ്, അതിൻ്റെ പ്രോസസ്സ് ഒക്കെ, അതിലും വേറെ ഒരുപാട് പ്രൊസീജിയറുകൾ. പാരൻസിൻ്റെ ആഗ്രഹം വേറൊന്ന്, കുട്ടി പറയുന്ന ആഗ്രഹം വേറൊന്ന്. ഇത് രണ്ടും ഒരുമിച്ച് പോകണില്ല. അങ്ങനെ അവർ ഭയങ്കര കൺഫ്യൂഷനിൽ. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, ഞാനും ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ കൂടെയും അല്ലെങ്കിൽ ഞങ്ങളും എൻ്റെ പിള്ളേരും എല്ലാം ഇതിലൂടെ കടന്നു പോയ ആൾക്കാരാണ്. അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുവാണ്. നമ്മൾ പാരൻസ്, ഓക്കെ, എൻ്റെയൊക്കെ ഒരു 75 അബോവ്, അത് 70-80 എന്നൊക്കെ പറയാം, ആ കാലഘട്ടത്തിലൊക്കെ ജനിച്ച ആൾക്കാർ, നമ്മളുടെയൊക്കെ ഒരു സ്വപ്നം എന്നൊക്കെ പറഞ്ഞാൽ ഈ ലോകത്ത് എൻജിനീയർ, ഡോക്ടർ, ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ പ്രൊഫഷൻ. ഓക്കെ, അതിൽ കുറഞ്ഞതാണ് ടീച്ചർമാരൊക്കെ എന്നാണ് നമ്മുടെ ഒരു ചിന്താഗതി. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കള് നമ്മളേലും ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അവർക്കറിയാം ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് കോഴ്സുകൾക്കാണ്. നമ്മളേലും ഒരുപാട് അറിവ് അവർക്കുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ കുറച്ച് സ്പേസ് അവർക്ക് കൊടുക്കാം, അവർക്ക് ഒരു റിസർച്ച് ചെയ്യാനും, ഏത് കോഴ്സാണ് പുറത്തായാലും ഇവിടെ ആണെങ്കിലും ഫ്യൂച്ചറിൽ നമ്മൾ 5 വർഷം മുമ്പുള്ള ടെക്നോളജി കാര്യങ്ങളിലാണോ നമ്മളിപ്പോൾ ജീവിക്കണേ? എൻ്റെയൊക്കെ സമയത്ത്, ഞാനൊക്കെ നഴ്സിംഗ് പഠിക്കുന്ന സമയത്തൊന്നും മൊബൈൽ ഫോണില്ല. ഞാനൊക്കെ പഠിച്ച് ഞാൻ പുറത്ത് സൗദിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ആണ് ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ കാണുന്നത് തന്നെ. നോക്കിയയുടെ അല്ലെങ്കിൽ സീമെൻസിൻ്റെ കൊമ്പൊക്കെ ഉള്ള ഫോണ്, അങ്ങനെ സീമെൻസിൻ്റെ കൊമ്പുള്ളൊരു ഫോണായിരുന്നു ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അന്ന് ഒരു ഫോൺ ഉള്ളത് 20 പേരുള്ള ഞങ്ങളുടെയൊക്കെ ഒരു ഗ്രൂപ്പിൽ ഒരാൾക്ക് ഫോണുള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ എത്ര ഫോണുണ്ട്. ഓക്കെ, അപ്പം അത്രയും ഓരോ വർഷം ചെല്ലുന്തോറും ടെക്നോളജികളൊക്കെ വ്യത്യാസപ്പെട്ട് വരുക. നമുക്ക് എൻ്റെയൊക്കെ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് 5 വർഷം കഴിഞ്ഞ് എന്തായിരിക്കും, 10 വർഷം കഴിഞ്ഞ് എന്തായിരിക്കും എന്നൊന്നും ഇപ്പോഴേ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം നമ്മുടെ പിള്ളേരിപ്പോൾ പഠിക്കുന്ന സിലബസുകൾ ഇതൊക്കെ വെച്ചിട്ട് അവരുടെ നോളജ് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിലും നമ്മൾ കുറച്ച് കേൾക്കണം. ഓക്കെ, നമ്മൾ കേൾക്കണം. അപ്പോൾ കുറച്ച് സ്പേസ് അവർക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ, ഇപ്പോൾ എനിക്ക് പണ്ട് ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ ഡോക്ടറേ ആക്കൂ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ നമ്മൾ ശരിക്കും ടോർച്ചർ ചെയ്യല്ലേ, അല്ലേ? ആ കൊച്ചിനാണെങ്കിൽ ഡോക്ടറേറ്റ് പഠിക്കാൻ, ഡോക്ടർ ആവണ്ട. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ പാരൻസിൻ്റെ ഡ്രീം ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രഷറൈസ് ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ നമ്മൾ കാണുന്നുണ്ട്, എങ്ങനെ ആ കാര്യങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ അത് എല്ലാ പാരൻസും മനസ്സിലാക്കിയിരിക്കുക. കുറച്ചൊക്കെ അവരുടെ പാഷനും അവരുടെ ആഗ്രഹങ്ങളും അറിഞ്ഞിട്ട്, ഈ കുട്ടി ഈ ഒരു കോഴ്സ് ഇവനോ ഇവളോ എടുത്താൽ ഇവനത് പെർഫോം ചെയ്യാൻ പറ്റുമോ? അവൻ്റെ ഈ 10, 17, 18 വർഷം നമ്മുടെ കൂടെ തന്നെ ആയിരിക്കുമല്ലോ. ഒരുമാതിരി നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം കുറേയൊക്കെ അവരുടെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും, അവരുടെ സ്വഭാവ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ ടോട്ടലി നമ്മൾ ഉദ്ദേശിക്കുന്ന, അവർക്ക് വേണ്ടി നമ്മൾ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ്റെ ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കാം. ചിലപ്പോൾ ചിലർക്ക് ബിസിനസ് ആയിരിക്കാം, ചിലർക്ക് ഡിസൈനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരുപാട് കോഴ്സുകളുണ്ട് അവർക്കുടെ ടേസ്റ്റിനും അവർ പറയുന്ന കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റാറ്റസിനപ്പുറത്ത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് സമാധാനമാണ്. സമാധാനം, സന്തോഷവും. നമുക്ക് ഒരുപാട് കോടികൾ, സ്വത്തുക്കൾ, അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് നമ്മൾക്കൊരു സമാധാനമായിട്ട് ഒരു രാത്രി ഉറങ്ങാൻ പറ്റണില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സ്റ്റാറ്റസിൻ്റെയും വലിയ വലിയ പൊസിഷൻ്റെയും പിറകിൽ നമ്മൾ അത് പോകാതെ, അത് ആലോചിച്ച് നമ്മുടെ പിള്ളേരുടെ ഭാവി നശിപ്പിച്ച് കളയാതെ കുറേയൊക്കെ അവരുടെ ആഗ്രഹങ്ങൾക്കും ഒരു സ്പേസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്.
പിന്നെ തീർത്തും തെറ്റായ രീതിയിലുള്ള ഒരു കോഴ്സാണ് അവർ സെലക്ട് ചെയ്യണതെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ നമുക്കും ചെയ്യാം, നമുക്കും അറിവുള്ളവരോട് ചോദിക്കാം, മനസ്സിലാക്കാം. എന്നിട്ട് മോളെ ഞാൻ ഇങ്ങനെയാണ് കേട്ടത് എന്നുള്ള നമ്മുടേതായ ഒരു സജഷൻ അവരോട് പറയാം. അല്ലാതെ നീ ഇന്നതായേ പറ്റൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പല പിള്ളേരും പല കോഴ്സുകളും പഠിച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്, പക്ഷെ എനിക്ക് ഈ കോഴ്സിൽ പെർഫോം ചെയ്യാൻ പറ്റണില്ല, സോറി പപ്പ, സോറി മമ്മി. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ കുറേ സ്റ്റോറിയല്ല യഥാർത്ഥ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇപ്പം ഞങ്ങളെടുത്ത ഒരു തീരുമാനം, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ ഇഷ്ടത്തിനേ ഞങ്ങൾ വിട്ടു. അവർ പറഞ്ഞ കാര്യത്തിന് ഞങ്ങൾ അംഗീകരിച്ചു, അവർ പോയി. കുറച്ച് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടാവും, പക്ഷേ അവസാനം ഞങ്ങൾ അവരുടെ വഴിക്ക് വിട്ടു. അവരുടെ വഴിക്ക് നമ്മൾ വിടുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഗുണം, അവരതിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. ഈ ലോകത്ത് എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് ഇല്ലേ? അപ്പോൾ അവരതിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. കാരണം അവർ ചിന്തിക്കും അത് അവരുടെ ഉത്തരവാദിത്തമാണ് അല്ലേ, അവരതിൽ പെർഫോം ചെയ്ത് സക്സസ് ചെയ്ത് കാണിക്കാന്നുള്ളതിൻ്റെ ആ ഒരു ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കും. നമ്മൾ പറഞ്ഞ് അവർ പോയാൽ അവരതിലൊരിക്കലും പെർഫോം ചെയ്യാൻ പോണില്ല. അവർ പറയും പപ്പ മമ്മി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുത്തു, ഞാൻ അന്നേ പറഞ്ഞതാ എനിക്കത് മതിയെന്ന്. ഇപ്പോൾ പിന്നെ അപ്പം നമ്മൾ പാരൻസ് എന്തായി, നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ആ റിഗ്രറ്റ് അല്ലേ, നമ്മുടെ മക്കളെ അവരുടെ ആഗ്രഹത്തിന് നമ്മൾ വിട്ടില്ല, അതുകൊണ്ട് അവൻ ഇങ്ങനെയായി അവൾ ഇങ്ങനെയായി, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തെ എല്ലാ ജോലിക്കും മാന്യതയുണ്ട്. നമുക്ക് ജോലി ചെയ്യണം, നമുക്ക് ജീവിക്കാനുള്ള ശമ്പളം കിട്ടണം, നമുക്കുള്ള നമ്മുടെ ഡ്രീമുകൾ അത് ഫുൾഫില്ലാക്കണം. അതിൽ കൂടുതൽ നമ്മൾ ഒരുപാട് തലമുറകൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വസ്ഥതയും സമാധാനവും കളഞ്ഞുള്ള സ്ട്രെസ്സും ഇതെല്ലാം വലിച്ചു കയറ്റി പൈസ ഉണ്ടാക്കിയിട്ട് വല്ല കഥയുണ്ടോ? നമ്മൾ ഈ സത്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടെ അറിഞ്ഞ് ജീവിക്കേണ്ട സമയങ്ങളും കാലഘട്ടങ്ങളും കഴിഞ്ഞു കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് +2ൻ്റെ റിസൾട്ട് വന്ന് പ്രൊഫഷനെ കുറിച്ച് കൺഫ്യൂഷനുള്ള പാരൻസിനോട് ഒരേ ഒരു അഡ്വൈസ്, അവരുടെ ആഗ്രഹത്തിന് കുറേയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അവരിന്നതാവണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കി തരും, ഇതെടുത്താൽ ഇങ്ങനെ. അവർ ചിലപ്പോൾ കുറേ റിസർച്ചും അവരുടെ മറ്റു കൂട്ടുകാരും ഇതൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ജീവിതം വെച്ച് അവർ ഒരുമാതിരി പിള്ളേരൊന്നും റിസ്ക് എടുക്കില്ലല്ലോ. അപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്യുക, അവരുടെ ആഗ്രഹത്തിന് നമ്മൾ വിടുക. അവസാനം അവരതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഉറപ്പാണ്. അവർ നമ്മളെ പഴിചാരില്ല, നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. നമ്മുടെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒരു സപ്പോർട്ട് ചെയ്യാം. പിന്നെ മക്കൾ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ, അതിനെക്കുറിച്ചുള്ളൊരു ടോപ്പിക്ക് ഞാൻ അടുത്ത എൻ്റെ ഒരു ടോക്കിൽ പറയാം. അപ്പോൾ ഇത്ര നേരം എൻ്റെ ടോക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, സജഷൻസ് ശ്രവിച്ച എല്ലാവർക്കും താങ്ക് യു.